ചിലന്തിയാറ് കനകരാജ് എന്ന് പറയുന്ന ആട് കൃഷിക്കാരന്റെ 42 ആടുകളെ കാട്ട് ചെന്നായ്ക്കൾ കടിച്ച് കൊന്നിരുന്നു. അങ്ങനെ ഈ വാർത്ത ഈ വാർത്ത പത്രത്തിൽ കൂടി എല്ലാം വന്ന് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചതാണ്. ഞങ്ങളും ആ വാർത്ത ശ്രദ്ധിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ആ വാർത്ത കണ്ടുകൊണ്ട് ഞങ്ങളൊരു ദിവസം ഇവിടെ വരികയും അവരെ എല്ലാവരെയും കുടുംബത്തിലെ എല്ലാവരും നേരിട്ട് കാണുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ അവർക്കൊരു ചെറിയ സഹായം എന്ന നിലയിൽ അവർക്ക് വലിയ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷെ അത്രയും നഷ്ടം നികത്തുക എന്ന് പറയുന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും അതിന്റെ സഹായങ്ങളൊക്കെ അവർക്ക് കിട്ടും. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് മഹിളാ അസോസിയേഷന്റെ ജില്ലാ കമ്മിറ്റി എന്ന നിലയിലാണ് വെച്ചിട്ട് ഞങ്ങളാൽ പറ്റുന്ന ചെയ്തു കൊടുക്കാം എന്ന് കരുതി അതിന്റെ ഭാഗമായിട്ട് 5 കുഞ്ഞുങ്ങളെ അവർക്ക് കൊടുക്കുകയാണ്. ആ ചടങ്ങിന് വേണ്ടിയിട്ട് ഇവിടെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സി വർഗീസ് വന്നിട്ടുണ്ട്. അതുപോലെ മഹിളാ അസോസിയേഷന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സുരേന്ദ്രൻ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ജില്ലാ സെക്രട്ടറി CDSന്റെ പാർട്ടി 3-4 ഏരിയസുകൾ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാര് രണ്ടാമത് സെക്രട്ടറി അതുപോലെ ജനറൽ സെക്രട്ടറി പിന്നെ പാർട്ടി ജില്ലാ കമ്മിറ്റി സുശീലാനന്ദ് പിന്നെ മറ്റ് മഹിളാ അസോസിയേഷൻ സഖാക്കള് പട്ടവടയിലെ സെക്രട്ടറിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സ്വാഗതം പറയുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെയൊരു ദുരന്തം വാർത്ത കണ്ടപ്പോൾ ഇവിടെ വരികയും ആ വന്ന സാഹചര്യത്തിൽ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും നേരത്തെ കാണുവാനും ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ ആ കുടുംബത്തെ സഹായിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ജില്ലാ കമ്മിറ്റി കൂടിയിട്ട് മഹിളാ ജില്ലാ കമ്മിറ്റിയിൽ ഇതൊന്ന് ആലോചിക്കുകയും ആ ആലോചനയോട് കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും യോജിപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു സംരംഭം. നമ്മൾ ചെറുതാണെങ്കിലും നമുക്കറിയാം 42 ആടിനെ ഒരുമിച്ച് ഒരു ദിവസം കടിച്ചു എന്ന് കളയുക എന്നൊക്കെ പറയുമ്പോൾ ഈ മേഖലയിലെ കൃഷികൾ അധികമുള്ള ഒരു മേഖലയല്ല. അപ്പോൾ ഇങ്ങനെ ആടുകളെയും പശുക്കളെയൊക്കെ വളർത്തി ജീവിക്കുന്ന ഒരു സാഹചര്യമുള്ള മേഖലയിൽ 42 ആടുകളെ ഒരുമിച്ച് ചെന്നായി കടിച്ചു കൊല്ലുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ചൊക്കെ ആലോചിച്ചപ്പോൾ മഹിളാ അസോസിയേഷൻ അതൊരു വലിയ വിഷമം പോലെ തോന്നി. അന്ന് ഞങ്ങളവിടെ വന്നപ്പോൾ അവിടെ വീട്ടിൽ അച്ഛനും അമ്മയും കുട്ടികളും കൊച്ചുമക്കളും എല്ലാം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഈ സാഹചര്യത്തിൽ അവരുടെ അച്ഛനും അമ്മയും തമിഴ്നാട്ടിൽ ഒരു മരണവുമായി ബന്ധപ്പെട്ട് പോയിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവരുടെ സാന്നിധ്യം ഇല്ലാതിരിക്കുന്നത്. എന്നാലും അവരുടെ മക്കളും കൊച്ചുമക്കളും മരുമക്കളും എല്ലാം ഇവിടെയുണ്ട്. നമുക്ക് ഈ കാര്യം നമ്മൾ ചെയ്യുന്നതിൽ വരാനായിട്ട് മഹിളാ അസോസിയേഷൻ ഒത്തിരിയേറെ സന്തോഷമുണ്ട്. ഇങ്ങനെ നമ്മൾ കാണാനും ചെറുതാണെങ്കിൽ ഒരു സഹായം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നതിന് വേണ്ടി ഏറ്റവും സ്നേഹം നിറഞ്ഞ ജില്ലാ സെക്രട്ടറിയോട് ഞങ്ങളൊരു അഭിപ്രായം ചോദിക്കുകയും അന്തപ്പോൾ ജില്ലാ സെക്രട്ടറി അതിനെ പരമാവധി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി അങ്ങനെയൊക്കെയുള്ള പ്രവർത്തനങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് വളരെയേറെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അതെല്ലാം ഞങ്ങൾക്ക് കൂടുതൽ ഊർജവും കൂടുതൽ കരുത്തുമാണ് ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നിവിടെ വരാനും ഈ ആടിനെ കൊടുക്കാനും സാധിച്ചതിൽ ഒത്തിരിയേറെ സന്തോഷമുണ്ട്. ഞാൻ എൻ്റെ കടമയിലേക്ക് കിടക്കുകയാണ്. ആദ്യമായിട്ട് ഇങ്ങനെയൊരു സംരംഭം മഹിളാ അസോസിയേഷൻ ഇവിടെ സമയമില്ലാത്ത സമയത്താണെങ്കിൽ പോലും ഇതിനകത്തൊരു പങ്കാളിയാകാൻ വേണ്ടി ഇവിടെ എത്തിച്ചേരുകയും ചെയ്ത നമ്മുടെ പാർട്ടിയുടെ ആദരണീയനായ സെക്രട്ടറി സഖാവ് സി വർഗീസിനെ അടുത്തായിട്ട് നമുക്കിവിടെ മൂന്നാർ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് ജെയിംസ് എത്തിയിട്ടുണ്ട്. സഖാവിനെ ഏവരുടെയും പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് ശൈലജ സുരേന്ദ്രൻ മഹിളാ അസോസിയേഷൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയാണ്. എല്ലാ കാര്യങ്ങൾക്കും മാതൃകാപരമായ നിർദ്ദേശവും സഹായവും നൽകി ഞങ്ങളുടെ മഹിളാ അസോസിയേഷനെ ദൈനംദിനം പ്രോത്സാഹിപ്പിക്കുകയും പ്രവർത്തനത്തിൽ ഞങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ശൈലജ സുരേന്ദ്രനെ ഏറ്റവും സ്നേഹത്തോടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ വട്ടവട, ചിലന്തിയാറ് എന്നുള്ള ലോക്കൽ കമ്മിറ്റികളിലെ സെക്രട്ടറിമാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഞങ്ങൾ വരുമ്പോൾ ഇവിടെ ഒരു സെറ്റ് ആളുകൾ നമ്മുടെ വരവുകൾ പ്രതീക്ഷിച്ച് ഇവിടെ നിൽക്കുന്നുണ്ട്. തൊഴിലുറപ്പ് മേഖലയിൽ നിന്നും ആ പണി നിർത്തിവെച്ച് എത്തിയിട്ടുള്ള ആളുകളുണ്ട്. ഈ പ്രദേശം എന്തുകൊണ്ടും നമ്മുടെ പാർട്ടിക്ക് ഒരു വളർച്ചയ്ക്ക് പാഠമാണ് എന്ന് നമുക്ക് ആളുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ പരിപാടി ഈ സന്തോഷ കർമ്മത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ സഹാക്കൾക്കും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ മീഡിയക്കാർ വന്നിട്ടുണ്ട്. എല്ലാവരെയും
സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ അഭിവാദ്യം.